ഇന്ത്യയുടെ പക്കൽ 12 നോട്ടിക്കൽ മൈൽ, അതായത് 22 കിലോമീറ്റർ ടെറിട്ടോറിയൽ മാരിടൈം സോണാണ് ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന 7 രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് തീരദേശം പങ്കിടുന്നുമുണ്ട്. എങ്കിലും ഇന്ത്യയുടെ മാരിടൈം ഷിപ്മെന്റിന്റെ കാര്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ വളരെ പിറകിലാണെന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. ഇന്നും പല രാജ്യങ്ങളെയും നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇന്ത്യയുടെ ആനുവൽ കാർഗോ ഷിപ്മെന്റ് എന്ന് പറയുന്നത് 1.6 കോടി യൂണിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ട്രാൻസ് കാർഗോ ഷിപ്മെന്റിന്റെ 25% സാധ്യമാകുന്നത് ദുബായ്, കൊളംബോ, സിംഗപ്പൂർ പോലെയുള്ള പോർട്ടുകളിലൂടെയാണെന്ന് കാണാൻ കഴിയും. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാർഗോ ഷിപ്പുകൾ ഡോക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ പോർട്ടുകളൊന്നും ഇന്ത്യയുടെ പക്കലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാരിടൈം എക്കോണമി അത്രയ്ക്ക് സ്ട്രെങ്തൻ അല്ല എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ഒരു പ്രവർത്തനക്ഷമത ആകുന്നതോടുകൂടി ഈ ഒരു വലിയ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇപ്രകാരമുള്ള വലിയ കാർഗോ കണ്ടെയ്നർ ഷിപ്പുകളുടെ ഡോക്കിംഗ് സാധ്യമാകുന്ന രീതിയിലുള്ള വലിയ മദർ പോർട്ടുമായിട്ട് വരികയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയുടെയും അതേപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിന്റെയും മാരിടൈം ഇക്കോണമിയിൽ കാര്യമായ സംഭാവനകൾ നൽകുന്ന വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയും അതിന്റെ പ്രവർത്തനങ്ങളെയും അതിന്റെ പ്രത്യേകതകളെയും അത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ച ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 13 മേജർ പോർട്ടുകളാണുള്ളത്. ചെറുതും ഇന്റർമീഡിയറ്റുമായിട്ടുള്ള 187ഓളം പോർട്ടുകൾ വേറെയുമുണ്ട്. മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് പോർട്സ് ആൻഡ് വാട്ടർവേസിന്റെ ഒരു കണക്ക് പ്രകാരം 95% ബൈ വോളിയം, 68% ബൈ വാല്യൂ ട്രാൻസ്പോർട്ടേഷൻ ഇന്ത്യയുടെ മാരിടൈം ഷിപ്മെന്റിലൂടെയാണ് നടക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഇതേ മേഖലയിൽ മറ്റ് രാജ്യങ്ങളിൽ വളരെ കുറഞ്ഞ ചെലവിലാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സോണിലേക്ക് ഇന്ത്യ എന്തുമാത്രം അധിക ചെലവ് വരുത്തുന്നു എന്നുള്ള ഒരു വസ്തുത. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് വളരെയധികം തുക അധികം ചെലവാക്കേണ്ടി വരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന്റെ ഏക ഉത്തരമാണ് മദർ പോർട്ടുകളുടെ അഭാവം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് മദർ പോർട്ടുകൾ എന്ന് തീർച്ചയായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഓരോ 20 ഫീറ്റ് കണ്ടെയ്നറിനും ഇന്ത്യ $80 ചിലവാക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് കാരണം ഇന്ത്യയിലെ മദർഷിപ്പ്, അതായത് വലിയ വലിയ കപ്പലുകൾ ഡോക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പോർട്ടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാരണം. വലിയ മദർഷിപ്പ് ഡോക്ക് ചെയ്യണമെങ്കിൽ വളരെ വലിയ ആഴത്തിലുള്ള സമുദ്രതീരം അത്യാവശ്യമാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് ആഴത്തിലുള്ള പോർട്ടുകളൊന്നും തന്നെ ഇന്ത്യയിൽ ഇല്ലാത്തത് കാരണം ഇത്തരം ഡോക്കിങ്ങുകൾ ഇന്ത്യൻ തീരത്ത് തീർച്ചയായിട്ടും സാധ്യമല്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വലിയ ഷിപ്പുകൾക്കൊന്നും ഇന്ത്യയുടെ പോർട്ടിനടുത്തേക്കൊന്നും വരാൻ സാധിക്കില്ല. ചെറിയ ഷിപ്പുകളുടെ സഹായത്തോടെ വേണം അവിടേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോഡിംഗ് അൺലോഡിംഗ് പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഷിപ്പുകളെ ആവശ്യമായിട്ട് വരികയും ആ ഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അധിക തുക ചെലവാക്കേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചെലവ് എന്ത് ചെയ്യും, വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു 2016-17 മാത്രം കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യ കാർഗോ ഷിപ്മെന്റിന് വേണ്ടിയിട്ട് 1000 കോടി ചെലവാക്കി എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഒരു മദർ പോർട്ടിന്റെ ആവശ്യകത വളരെ വലിയ രീതിയിലുണ്ട് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത്. ഈ ഒരു ആവശ്യകത പൂർത്തീകരിക്കുന്നതാകട്ടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് സീപോർട്ട് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയിലൂടെ സാധ്യമാകുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു മദർ പോർട്ടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പാർട്ട്നേഴ്സിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മദർ പോർട്ട് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെയല്ല, വളരെ പ്രയത്നമേറിയ ഒരു വസ്തുതയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവിയുടെ സഹായം ഈ ഒരു കാര്യത്തിലേക്കായിട്ട് അഭ്യർത്ഥിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് പോയതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളതിനാൽ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിലായിരുന്നു പിന്നീട് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇപ്രകാരം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളതിനാൽ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് നൽകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഉണ്ട് എന്ന് ഗവൺമെന്റിന് അറിയാമായിരുന്നു. അപ്പോൾ എന്താണ് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് എന്നായിരിക്കും ആലോചിക്കുന്നത്. ഇത് സാമ്പത്തികമായിട്ട് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള എന്നാൽ സാമ്പത്തികമായി ലാഭക്ഷമത കുറഞ്ഞതായിട്ടുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് നൽകി വരുന്ന ഒരു ഗ്രാന്റ് ആണ് എന്ന് പറയാൻ സാധിക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ഏറ്റെടുക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിനായി ഇന്ത്യ ഒരു പദ്ധതി ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഈ ഒരു ഗ്രാന്റ് കിട്ടുന്നത്. അപ്പോൾ ചിലവാക്കുന്ന പൈസയുടെ 50% എങ്കിലും റിക്കവർ ചെയ്തെടുക്കാൻ സാധ്യതയുള്ള പ്രോജക്റ്റുകളെ മാത്രമാണ് ഈ ഒരു വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താറുള്ളത്. 2014 അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയും യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയും ചേർന്ന് 810 കോടി വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് അപ്രൂവ് ആക്കി ഈ ഒരു പ്രോജക്ട് ബിൽഡിങ്ങിന് അന്ന് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി.
എങ്കിലും ഈ ഒരു ബിഡിങ്ങിന്റെ 3 ഘട്ടത്തിലും കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ അതിന് ലഭിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അദാനി ഗ്രൂപ്പ് ഇത് ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് 2015 മുന്നോട്ട് വരികയും അതിന്റെ ഫലമായിട്ടാണ് ഏകദേശം 40 വർഷത്തേക്കുള്ള കൺസ്ട്രക്ഷൻ എഗ്രിമെന്റിന് അദാനി ഗ്രൂപ്പുമായിട്ട് കേരള ഗവൺമെന്റ് കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. ഒരു മദർ പോർട്ടിന്റെ നിർമ്മാണം ഞാൻ ആദ്യമേ പറഞ്ഞു വളരെയധികം പ്രയാസമേറിയ ഒരു ജോലിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു മദർ പോർട്ടിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രേക്ക് വാട്ടർ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രേക്ക് വാട്ടർ സിസ്റ്റം എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഈ പോർട്ടിലൊക്കെ നങ്കൂരമിട്ടേക്കുന്ന കപ്പലുകളിൽ ശക്തമായ തിരമാലകളോ കാറ്റോ ഒക്കെ അടിച്ച് അവയുടെ ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സ്ട്രക്ചറുകളാണ് ഇതെന്ന് പറയാം. വേലിയേറ്റങ്ങൾ, ഒഴുക്കുകൾ, തിരമാലകൾ, കൊടുങ്കാറ്റുകൾ ഇവയിൽ നിന്നെല്ലാം ആ ഒരു കപ്പലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്ട്രക്ചറാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇപ്രകാരം ജലത്തിന്റെ ഒഴുക്ക് സ്റ്റേബിൾ ആക്കി എടുത്തുകൊണ്ട് നമുക്ക് കാർഗോ ലോഡിംഗ്, അൺലോഡിംഗ് പോലെയുള്ള പ്രക്രിയകളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. വളരെ ആഴമേറിയ തീരങ്ങളിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് വാട്ടർ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. സ്വാഭാവികമായിട്ട് വളരെയധികം ആഴമുള്ളതാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എൽ ഷേപ്പിലുള്ള ഒരു ബ്രേക്ക് വാട്ടർ സിസ്റ്റമാണ് ഡിസൈൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം കടലിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വളരെ വലിയ ചലഞ്ചുകളൊക്കെ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. 2014-16 കാലഘട്ടത്തിൽ തുറമുഖ പദ്ധതിക്കായി നടത്തിയ പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ അപാകതകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കക്ഷികളൊക്കെ സുപ്രീം കോടതിയിലും നമ്മുടെ ദേശീയ ഹരിത ട്രിബ്യൂണൽ അതായത് NGT ഒക്കെ അപ്പീലുകൾ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ NGTയുടെ പ്രിൻസിപ്പൽ ബെഞ്ച് വിശദമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാദമൊക്കെ കേൾക്കിയിരുന്നു. അപ്പോൾ അപ്പീലുകൾ പ്രസക്തമല്ലെന്ന് അവർ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഹർജിയൊക്കെ നിഷേധിച്ച് തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് 2016 സെപ്റ്റംബറിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തതുമാണ്. NGTയുടെ ഉത്തരവിൽ പദ്ധതി പ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള തീരങ്ങളിലെ വ്യതിയാനങ്ങൾ ഈ ഹൈ റെസല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളും ബീച്ച് സർവേയും അടിസ്ഥാനമാക്കി സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും അതേപോലെ തന്നെ തുറമുഖ നിർമ്മാണം മൂലം സമീപങ്ങളിൽ തീരശോഷണം നടക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ NGT വിദഗ്ധ സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് നടപ്പിലാക്കണമെന്നും പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരെയും മറ്റ് വിദഗ്ധരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീര സംരക്ഷണ സമിതിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കമ്മിറ്റികൾ ഓരോ 6 മാസം കൂടുമ്പോഴും പദ്ധതി പ്രദേശവും അതിന് 20 കിലോമീറ്റർ തെക്കോട്ടും വടക്കോട്ടുമുള്ള തീരപ്രദേശങ്ങളൊക്കെ സഞ്ചരിക്കുകയും ഈ പറഞ്ഞേക്കുന്ന ഉത്തരവുകളിലെ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അവലോകനം ചെയ്യുകയും ECക്കും NGTക്കും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിർമ്മാണ വേളയിൽ തീരവ്യതിയാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിരീക്ഷണങ്ങളും പഠനങ്ങളും ഈ കമ്മിറ്റി സൂക്ഷ്മമായി വിലയിരുത്തി റിപ്പോർട്ടുകൾ ഇങ്ങനെ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നാളെ ഇതുവരെയുള്ള നിരീക്ഷണങ്ങളിലും പഠനങ്ങളിലും ഒന്നും ശംഖുമുഖം, വലിയ തുറ ഭാഗങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന തീരശോഷണം ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മൂലമാണെന്ന് കണ്ടെത്താൻ ഈ ഒരു കമ്മിറ്റിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിന്റെ കാലാവസ്ഥ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 മാസമായിരുന്നു ഒരു വർഷത്തിൽ ജോലി ചെയ്യാൻ ലഭിക്കുന്ന ആക്റ്റീവ് ഡേയ്സ് എന്ന് പറയേണ്ടി വരും. അതായത് കേരളത്തിൽ വളരെ വലിയ അളവിൽ ഒരു ഹെവി മൺസൂൺ റെയിൻഫാൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഈ ഒരു 7 മാസത്തെ കണക്കുകൾ ആദ്യമേ പറഞ്ഞത്. അതുപോലെ തന്നെ അറേബ്യൻ ഉൾക്കടലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള ചുഴലിക്കാറ്റുകളെയും കൂടി കണക്കിലെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം 365 പേരുടെ ജീവൻ എടുത്ത 2017 ഓക്കി ചുഴലിക്കാറ്റിന്റെ കാര്യം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ വെല്ലുവിളികളും ഇതേപോലെയുള്ള അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് പിന്നിലുണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനുശേഷം 2018 ഉണ്ടായ ഒരു ഭീകരമായിട്ടുള്ള വെള്ളപ്പൊക്കം, അതിനെ തുടർന്ന് 250 ദിവസത്തോളം വർക്ക് ഡിലേ ആവുകയുണ്ടായി. ഓരോ ദിവസത്തെയും ജോലി തടസ്സപ്പെടുമ്പോൾ ഏകദേശം 1.5 കോടി രൂപയാണ് അത് ഏറ്റെടുക്കുന്ന കമ്പനികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത്. അതൊരു വലിയ കണക്കായിട്ട് നാം മനസ്സിലാക്കുക. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. 2021 അറേബ്യൻ ഉൾക്കടലിൽ തോക്തെ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവുകയും വലിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാക്കി. ഈ ചുഴലിക്കാറ്റ് ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷനിൽ കാര്യമായിട്ടുള്ള കേടുപാടുകളൊക്കെ ഉണ്ടാക്കി അന്ന്. അപ്പോൾ കുന്മകുരു പോലെ പിന്നീട് കോവിഡ് മഹാമാരി എത്തി. ഏകദേശം 2.5 വർഷ കാലയളവിൽ ഈ ഒരു പ്രോജക്റ്റ് ഷട്ട് ഡൗൺ ആയി കിടക്കുകയും ചെയ്തു. ഇതെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള വെല്ലുവിളികളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ രാജ്യത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെല്ലാം ഈ ഒരു പ്രോജക്റ്റ് നടക്കുന്നതിൽ കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വലിയ വലിയ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്ര വലിയ ഒരു പ്രോജക്റ്റ് ഇന്ന്, ഈ ഒരു വിഴിഞ്ഞം പ്രോജക്റ്റ് ഇന്ന് സാധ്യമായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. 2015 കൂടി തുടങ്ങിയ ഈ ഒരു ഡ്രീം പ്രോജക്റ്റ് ഏകദേശം 7600 കോടി രൂപ ചെലവിൽ 2024 മധ്യത്തോടുകൂടി പൂർത്തീകരിക്കുന്നത് നാം കണ്ടു. ഒക്ടോബർ 15 സെൻഹുവ കാർഗൽ വെസലിന്റെ വരവോടുകൂടി ഈ ഒരു മെഗാ പ്രോജക്റ്റ് രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പോർട്ട് മുഖേന ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെയും എക്കോണമി എങ്ങനെയാണ് വർദ്ധിക്കുന്നത്, സാമ്പത്തികപരമായി എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈ ഒരു പ്രോജക്റ്റ് ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ് എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. ട്രാൻസ്ഷിപ്മെന്റ് മാർക്കറ്റിൽ വലിയൊരു ഷെയർ ഗ്രാബ് ചെയ്തെടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും.
ഇതുവഴി വലിയ ഫോറിൻ എക്സ്ചേഞ്ച് സേവിംഗ് സാധ്യമാവുകയും ചെയ്യും എന്നത് വലിയൊരു പ്രത്യേകതയാണ്. മാത്രമല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു ലോഡിംഗ് അൺലോഡിംഗ് പ്രക്രിയകൾക്കായുള്ള ഒരു അധിക ചെലവ് ഇതുവഴി കുറച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. 27,700 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ചിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്സിൽ നിന്ന് ഏകദേശം 12 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കണക്കാണ്. സോ ഈ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഈ ഒരു തുറമുഖത്തിന് ലഭിക്കുക തന്നെ ചെയ്യും. ലോകത്താകമാനമുള്ള ട്രാൻസ്പോർട്ട് സെക്ടറുകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 30% കാർഗോ വെസലുകളുടെ ഷിപ്മെന്റ് നടക്കുന്നതെന്ന് നമുക്കൊരു കണക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വലിയ കണക്ക് മാത്രം മതി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ വിഴിഞ്ഞം തുറമുഖം എന്നും ഒരു ഓപ്ഷനായി നിലനിൽക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. വളരെയധികം മാരിടൈം സോണുകൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യക്ക് ചൈനയുടെ പിന്നിലാണ് ഇതിന്റെ കാര്യത്തിൽ സ്ഥാനം എന്ന് മനസ്സിലാക്കിയെടുക്കാം. 2020 ഇന്ത്യയുടെ കണ്ടെയ്നർ വോളിയം ചൈനയുടേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയുടേത് ഏകദേശം 245 മില്യൺ 20 ഫുട്ട് ഇക്വലന്റ് യൂണിറ്റ്, അതായത് TEU ആണെന്ന് മനസ്സിലാക്കാം. അതേസമയം ഇന്ത്യയുടേത് 17 മില്യൺ TUE മാത്രമാണെന്ന് കാണാം. അപ്പൊ എന്താണ് ഈ TUE എന്ന് പറയുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നോടെ പറയാം. അതായത് 20 അടി നീളമുള്ള എത്ര കണ്ടെയ്നറുകളാണ് ഒരു കപ്പലിൽ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതാണ് ഈ TUE എന്ന് പറയുന്ന കണക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായിട്ടുള്ള എവർലോട്ടിന് ഇപ്രകാരം 24,000 കണ്ടെയ്നറുകൾ കയറ്റുന്നതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല, നിലവിൽ ഇന്ത്യയിലെ ഒരു പോർട്ടിനും ഇത്രയും ഭീമാകാരമായിട്ടുള്ള ഒരു കപ്പലിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥയുമായിട്ടൊക്കെ മത്സരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഈ ഒരു ഫാക്ടിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. കാരണം മദർഷിപ്പ് പോർട്ടുകളുടെ അഭാവം മൂലം പല രാജ്യങ്ങളും പണ്ട് ഇന്ത്യയെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിന് പകരം അവർ കൊളംബോ അല്ലെങ്കിൽ സിംഗപ്പൂർ, മലേഷ്യ, ദുബായ് പോലെയുള്ള തുറമുഖങ്ങളെയൊക്കെ ആശ്രയിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചതോടുകൂടി ഈ ഒരു മേഖലയിൽ ഒരു വലിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇക്കാരണത്താൽ തന്നെ ദുബായ്, സിംഗപ്പൂർ, കൊളംബോ പോലെയുള്ള തുറമുഖങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഭാവിയിൽ മത്സരത്തിൽ ഏർപ്പെടുക എന്ന് പറയാം. ഫേസ് 1 ഏകദേശം 1 മില്യൺ TUE കപ്പാസിറ്റിയാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളതെങ്കിൽ അതൊരു തേർഡ് ഫേസിലേക്കൊക്കെ എത്തുമ്പോൾ 3.3 TUE ആയി ഉയർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല, നാഷണൽ ഹൈവേ 66 ആയിട്ടും തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടുമായിട്ടും ഒക്കെ ഇതിന് വലിയ കണക്ഷൻ, അധികം ദൂരമൊന്നും ഇല്ലല്ലോ തമ്മിൽ. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ തുറമുഖത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു പദ്ധതി പൂർണ്ണമായും വർക്കിംഗ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന് ഏകദേശം 400 കോടിയുടെ വരുമാനം GST ഇനത്തിലും അതേപോലെ മറ്റ് ടാക്സ് റെമിറ്റൻസുകളിലൂടെയൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു തുറമുഖമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് പ്രകാരം ഫംഗ്ഷനിലായതിന് ഒരു 15 ശേഷം മാത്രമേ ഗവൺമെന്റിന് ഇതിന്റെ ഡിവിഡന്റ് റിസീവ് ആവുകയുള്ളൂ എന്നത് ഒരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട വസ്തുതയാണ്. എങ്കിലും ഈ ടാക്സിലൂടെയൊക്കെയുള്ള വരുമാനം മുഖ്യമായിട്ട് GST എന്ന മുഖ്യ രൂപത്തിൽ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നത് നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് ചാർജസ്, ബങ്കറിംഗ് സർവീസ് തുടങ്ങിയ ആവശ്യങ്ങളിലേക്കൊക്കെ ഏകദേശം 18% GST വരുമാനമാണ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. അതിന് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഈക്വൽ ഷെയർ ആണ് ലഭിക്കുക എന്നും കാണാൻ സാധിക്കും. 2027 ഫുള്ളി ഓപ്പറേഷണൽ ആകുന്ന ഈ ഒരു പോർട്ടിന്റെ പ്രത്യേകത അനുസരിച്ച് ഏകദേശം 30 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ ദിവസം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നു. ഏകദേശം 2,500 കോടിയുടെ റവന്യൂ ഇതിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മദർ പോർട്ടുകളുടെ നിർമ്മാണം വലിയ രീതിയിലുള്ള റവന്യൂ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരത്തിലുള്ള മറ്റ് വലിയ മദർ പോർട്ടുകളുടെ നിർമ്മാണത്തിലേക്ക് ഭാവിയിൽ കടക്കുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്രകാരമുള്ള അംബീഷ്യസ് ഫ്യൂച്ചർ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. അതിന് മുന്നേ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 20,000 TUE കപ്പാസിറ്റിയുള്ള മദർഷിപ്പുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ് ആയിട്ട് വേണം ഈ ഒരു തുറമുഖത്തിനെ കാണാൻ എന്നർത്ഥം. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലുള്ള തുറമുഖങ്ങളുടെ നിർമ്മാണത്തിനായിട്ടുള്ള മാരിടൈം ഇന്ത്യ വിഷൻ 2030 എന്ന് പറയുന്ന ആ ഒരു പദ്ധതി ഇന്ന് രാജ്യത്ത് ഇതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ 2030 മെഗാ പോർട്ടുകളുടെ നിർമ്മാണം, ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകൾ, പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ മോഡേണൈസേഷൻ തുടങ്ങിയ മേഖലകളിൽ അതീവ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഇതെല്ലാം സഫലീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ റവന്യൂ ആയിരിക്കും നമ്മുടെ രാജ്യത്തിന് വന്നു ചേരാൻ പോകുന്നത് എന്ന് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ വിഴിഞ്ഞം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ആണ് മഹാരാഷ്ട്രയിലെ വദാവനിൽ നിർമ്മിക്കപ്പെടുന്ന മറ്റൊരു പോർട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, സാഗർമാല പോലെ വലിയ വലിയ പദ്ധതികളും ഇതിനെ സഹായിക്കാനുണ്ട് താനും. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള 6 മെഗാ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ തമിഴ്നാട്ടിലെ കൊളച്ചൽ തുറമുഖം, മഹാരാഷ്ട്രയിലെ വദാവൻ തുറമുഖം, കർണാടകയിലെ തദാതി പോർട്ട്, ആന്ധ്രയിലെ മച്ചിലിപട്ടണം പോർട്ട്, ബംഗാളിലെ സാഗർ ഐലൻഡ് പോർട്ട് എന്നിവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ആന്തരിക പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ തുടക്കത്തിൽ ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ വലിയ നാളത്തേക്കുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം നേരിട്ടിട്ടുള്ളതാണ്.
തിരുവനന്തപുരം ജില്ലയുടെ തന്നെ മത്സ്യബന്ധന മേഖലയുടെ 1/3 ഭാഗവും വിഴിഞ്ഞ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഈ ഒരു മേഖല നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം തുറമുഖങ്ങളൊക്കെ ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്നതിലൂടെ ഉണ്ടായേക്കാവുന്ന വലിയ തരത്തിലുള്ള സോയിൽ ഇറോഷൻ പോലെയുള്ള പ്രത്യേക പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പദ്ധതിയുടെ തുടക്കത്തിലൊക്കെ. എന്നാൽ അടുത്തിടെ നടത്തിയ പഠനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ വാലിഡ് അല്ല എന്നുള്ള ഒരു പ്രത്യേക ഔട്ട്കമാണ് ലഭിച്ചത്. ദേശീയ ഹരിത ട്രിബ്യൂണൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് നടത്തി വന്നിരുന്ന പഠനങ്ങളിലും കോവളത്തിന് വടക്കോട്ട് നടക്കുന്ന തീരശോഷണത്തിന് തുറമുഖ നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല എന്നൊരു പ്രത്യേക കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. വലിയ ചരക്ക് കപ്പലുകൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ തുറമുഖത്ത് മാത്രം അടുക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക ലാഭത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ ഈ ഒരു തുറമുഖത്തിന്റെ പ്രാധാന്യം നമുക്ക് വലിയ അളവിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പലതരത്തിലുള്ള ലോജിസ്റ്റിക് സംരംഭങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത തൊഴിലവസരങ്ങളും ഇതുവഴി സാധ്യമാകുന്നു എന്നത് വലിയൊരു സവിശേഷത തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ വിഴിഞ്ഞം ഒരു വലിയ സാധ്യതയാണ് രാജ്യത്തിന് മുന്നിൽ തുറന്നിടുന്നതെന്ന് പറയാം. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു മെഗാ പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ ചുരുക്കി വിശേഷിപ്പിക്കാം. അപ്പോൾ വിഴിഞ്ഞം പദ്ധതിയെ പറ്റി, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും അതിന്റെ വർക്കിങ്ങിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരെ ഇറ്റ്സ് മീ ലിച്ചു, സൈനിങ് ഓഫ്.